വി.ഡി. സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സത്യപ്രതിജ്ഞ വേളയിൽ വന്ദേ മാതരം ചൊല്ലിയപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതിനെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല എന്നായിരുന്നു വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തിന്റെ നിലപാട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ ദൈവനാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ചില ആളുകൾക്ക് വൈമനസ്യം കാണിക്കുകയും ചില ആളുകൾ അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. അന്ന് വന്ദേ മാതരത്തെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ അതേ വി.ഡി. സതീശൻ സർക്കാർ ഇപ്പോൾ വന്ദേ മാതരം നിർബന്ധമായും മുഴുവനായും ചൊല്ലണം എന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് ഭരണകൂടമാണ്? നമ്മുടെ മതേതര കോൺഗ്രസ് ഭരണകൂടം. നേരത്തെ പിണറായി വിജയൻ മുണ്ടുടുത്ത മോഡിയാണെന്നും അതോടൊപ്പം തന്നെ ലാവ്ലിൻ കേസിലും പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മാസപ്പടി കേസിലും തലകുലുങ്ങി നിൽക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാര വിധേയത്വത്തോടുകൂടിയുള്ള ബില്ലുകളും പലതും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ആളുകളായിരുന്നു മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന പിണറായി സർക്കാരിനേക്കാൾ വലിയ സംഘപരിവാര ദാസ്യപ്പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് പിണറായി വിജയനെതിരെ ഇടതുപക്ഷത്തിലെ CPI ഉൾപ്പെടെയുള്ള ആളുകൾ മുണ്ടുടുത്ത മോഡി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇന്ന് കോൺഗ്രസിനകത്ത് അത്തരത്തിൽ വി.ഡി. സതീശനെ തിരുത്താൻ ഒരു ഉണ്ണാക്കന്മാരും ഇല്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഘപരിവാരത്തിന് ഇത്രമേൽ വിധേയത്വം നൽകിക്കൊണ്ട് നേരത്തെ PM ശ്രീ ഹറാമായപ്പോൾ ഇപ്പോൾ അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ അതേ PM ശ്രീ ഹലാലായ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇറങ്ങിയ ആളുകളെയൊക്കെ ഇപ്പോൾ മാളത്തിലൊളിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി.ഡി. സതീശൻ നേരത്തെ സവർക്കറിന് പൂജ നൽകിയത്, സവർക്കറെ പൂജിച്ചത് വാർത്തയായപ്പോൾ അതിന് ബോധപൂർവം അത്തരം പരിപാടിയിൽ പങ്കെടുത്തല്ല എന്നായിരുന്നു ചില അണികളുടെ ന്യായീകരണം. ഇടതുപക്ഷത്തിലെ ചില ആളുകൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയതെന്നും അവിടെ ഞാൻ വിളക്ക് കൊളുത്തിയിട്ടില്ല എന്നിവരെ ഇടതുപക്ഷത്തിലെ ചില വലതുപക്ഷത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷത്തിലെ കുറച്ച് ന്യായീകരണ തൊഴിലാളികൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സവർക്കറിന് പൂജ ചെയ്തത് എന്തിനാണ് എന്ന് പോലും ഒരിക്കൽ പോലും അല്ലെ അത്തരത്തിൽ ചെയ്ത പ്രവൃത്തിയിൽ തനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല എന്ന് ഒരിക്കൽ പോലും വ്യക്തമാക്കാത്ത വ്യക്തിയാണ് വി.ഡി. സതീശൻ. അതേപോലെ ഇലക്ഷന്റെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുന്നേ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കർണാടകയിൽ ചില RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ചില വാർത്തകളിലൊക്കെ വന്നിരുന്നു. ആ വാർത്തയുടെയൊക്കെ കൃത്യമായ ഗൂഢാലോചനയും അത്തരം കൂടിക്കാഴ്ചകളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ ഇപ്പോൾ നമുക്ക് വെളിവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഓണക്കിറ്റിന് എന്തൊക്കെയോ വി.ഡി. സതീശൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകുമെന്നൊക്കെ പറയുന്നു. എന്തായാലും ഒരു കാര്യം മറന്നു പോകേണ്ട, ഓണക്കിറ്റ് നൽകുമ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ കുറച്ച് അണികൾക്ക്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ കുറച്ച് അണികൾക്ക് കുറച്ച് ന്യായീകരണ കിറ്റ് കൂടി നൽകാൻ മറക്കരുത്. കാരണം അത്രമേൽ RSS വിധേയത്വമാണ് വി.ഡി. സതീശൻ സർക്കാർ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഓവർ ടൈം പണിയെടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. PV അൻവറിനെ പോലെയുള്ള ആളുകൾ, അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സമസ്ത എന്ന് വെക്കണ്ട കുറെ ആളുകൾ, അതേപോലെ മീഡിയ 1, 24 നമ്മളെ മറ്റൊരു അവതാരകൻ, അതേപോലെ ഹാഷി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി വി.ഡി. സതീശനെ കൃത്യമായി വാനോളം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സുഡാപ്പിയെയും സംഘപരിവാരത്തെയും ഒരേപോലെ വിമർശിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാഴ്ത്താരകളൊക്കെ പാടിയ ആളുകളുണ്ടായിരുന്നു. അത്തരം വാഴ്ത്താരകളൊക്കെ പാടിയ ആളുകളുടെ അണ്ണാക്കിൽ ഇപ്പോൾ പഴം തള്ളി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. UDFനെ അധികാരത്തിലെത്താൻ വേണ്ടി ഓവർ ടൈം പണിയെടുത്ത ആളുകൾ ഇപ്പോൾ ഈ വി.ഡി. സതീശൻ സർക്കാരിന്റെ സംഘപരിവാര വിധേയത്വം കാണുമ്പോൾ വല്ലാതെ തളർന്ന് അവശരായി വാതരോഗം പിടിച്ച് പിത്തവാദം ബാധിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.